ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ സാധ്യതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയുള്ള വികസനമാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശന വിവാദത്തിൽ സെൻസർ ബോർഡ് നിലപാടിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി. ലഹരിക്കെതിരെ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നവുമായ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മന്ത്രി ആർ ബിന്ദു. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി തയ്യാറാക്കിയ പ്രത്യേക പുസ്തകങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. നിലവിലെ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ചു. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ സാധ്യതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയുള്ള വികസനമാണ് നാടിനാവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിവേഗം നഗരവൽക്കരണം നടക്കുകയാണെന്നും വടകര മുനിസിപ്പൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ പ്രത്യേകത അതിവേഗതയിലാണ് നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരവൽക്കരണത്തിന്റെ സാധ്യതകളെയും പ്രശ്നങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ, ഗതാഗതക്കുരുക്ക്, മാലിന്യ സംസ്കരണം ഇവയെല്ലാം അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെയുള്ള ഹർജി ഇന്ന് വീണ്ടും പരിഗണിച്ച് കേരള ഹൈക്കോടതി. ജാനകി എന്ന പേര് മാറ്റണം എന്ന സെൻസർ ബോർഡിന്റെ നിലപാടിനെ കോടതി ചോദ്യം ചെയ്തു. സമൂഹത്തിൽ നിലവിലുള്ള മിക്ക പേരുകളും മത അധിഷ്ഠിതമായതിനാൽ പ്രഥമദൃഷ്ട്യാ ഈ വാദം നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ലഹരിക്കെതിരെ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നവുമായ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികൾക്കൊപ്പം സൂംബ നൃത്തത്തിലും മന്ത്രി പങ്കെടുത്തു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മന്ത്രി ആർ ബിന്ദു. കാസർഗോഡ് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ കലാലയങ്ങളിലും സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൽസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി തയ്യാറാക്കിയ പ്രത്യേക പുസ്തകങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സവിശേഷ വിദ്യാലയങ്ങളിലെ 1 മുതൽ 3 വരെ ക്ലാസുകളിലെ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക പാഠപുസ്തകങ്ങളുടെയും പ്രവർത്തന പുസ്തകങ്ങളുടെയും പ്രകാശനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് 12 പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. ജൂലൈ 3 മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി ആയിരിക്കും. 4 മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങളുടെ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഫയൽ അദാലത്ത് നാളെ മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കും. ഇതിനായുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചു. ഈ വർഷം മെയ് 31 വരെയുള്ള ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോവിൽ സ്പെഷ്യൽ ഡയറക്ടറാണ്. നിലവിലെ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ശ്രീ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പോലീസ് ആസ്ഥാനത്ത് കേരള പോലീസിന്റെ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. 50ാം വാർഷിക നിറവിൽ നിൽക്കുന്ന ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമെന്ന അംഗീകാരവും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം 2020 മുതൽ സംരക്ഷിത വനമേഖലകളിൽ നടത്തിയ മാനേജ്മെന്റ് എഫക്റ്റീവ് ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. രാജ്യത്തെ 438 സംരക്ഷിത വനമേഖലകളിൽ പല ഘട്ടങ്ങളിലായി വിദഗ്ധ സമിതി നടത്തിയ പരിശോധനകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനം 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയ ചട്ടക്കൂട് അടിസ്ഥാനമാക്കിയായിരുന്നു സ്കോർ നിർണ്ണയം. പശ്ചിമഘട്ട മലനിരകളിൽ 97 സ്ക്വയർ കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം. പുൽമേടും ഷോലവനങ്ങളും നിറഞ്ഞ ജൈവസമ്പന്നമായ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണ് ഈ ദേശീയോദ്യാനം. സംസ്ഥാന മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി 4 ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം നാളെ കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
വയനാട് ചൂരൽമലയിൽ വില്ലേജ് ഓഫീസറുടെ വാഹനം തടഞ്ഞ് സമരം ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. ചൂരൽമല സ്വദേശികൾ ഉൾപ്പെടെ 6 പേരാണ് അറസ്റ്റിൽ ആയിരുന്നത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് റൂൾ കർവ് ലെവലിന് മുകളിൽ തുടരുന്നു. നിലവിൽ 136.40 അടിയാണ് ജലനിരപ്പ്. ഡാമിൽ നിന്നും 13 സ്പിൽവേ ഷട്ടറുകൾ വഴിയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. 363.10 ഘന അടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. സെക്കൻഡിൽ 2480 ഘന അടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതി തുടരുകയാണ്. നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ഇന്ന് കുട്ടനാട്ടിൽ മഴ പെയ്തില്ല. എന്നാൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഒരു കുറവുമില്ല. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ അടക്കമുള്ള തോടുകളിൽ ജലഗമനം തടസ്സപ്പെട്ട് കിടക്കുന്നു. പാലങ്ങളിലും കലുങ്കുകളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്ന തിരക്കിലാണ് അധികൃതർ. ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാനായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. SFI അഖിലേന്ത്യാ സമാപന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പശ്ചാത്തല രംഗത്ത് മികവുണ്ടായതായും ബദൽ നയമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുന്ന സൈക്കിൾ വിതരണോദ്ഘാടനം മന്ത്രി MP രാജേഷ് നാളെ കണ്ണൂരിൽ നിർവഹിക്കും. കണ്ണൂർ, പാലക്കാട് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ സൈക്കിളുകൾ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KU ശശിധരൻ. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നെറ്റ് സീറോ എമിഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് 2050 കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ നൽകുന്നത്. കുടുംബശ്രീ അംഗങ്ങളായ വനിതകളുടെ കാര്യശേഷി, സംരംഭകത്വ വികസനം, യാത്രാചെലവ് കുറയ്ക്കൽ, മറ്റു വരുമാന വർധനവ് എന്നിവയും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. കണ്ണൂർ ജില്ലയിലെ 71 ഗ്രാമീണ CDSകളിലെ 350 വനിതകൾക്കാണ് സൈക്കിളുകൾ നൽകുന്നത്. 40 വയസ്സിന് താഴെയുള്ള കുടുംബശ്രീ അംഗങ്ങളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SFI സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവർത്തന ദിവസത്തിൽ സർക്കാർ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് DDEA ഉപരോധിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിനാണ് സ്കൂൾ അധികൃതർ അവധി നൽകിയത്. സ്കൂളിലെ ഹെഡ്മാസ്റ്റർ അടക്കമുള്ള അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 452 പോയിന്റ് കുറഞ്ഞ് 83,606-ലും നിഫ്റ്റി 121 പോയിന്റ് താഴ്ന്ന് 25,517-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 120 രൂപ കുറഞ്ഞ് 71,320 രൂപയും ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,915 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്തെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം 5ാം ഘട്ടത്തിലേക്ക് കടന്നു. അടുത്ത മാസം മുതൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് 1000 പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. സമരം അവസാനിപ്പിക്കണമെന്ന് ആശാപ്രവർത്തകരുടെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് അനുകൂലമായി തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ 10 അനധ്യാപക തസ്തികകൾ സൃഷ്ടിച്ച് ഉത്തരവായതായി മന്ത്രി ആർ ബിന്ദു. 5 സെഷൻ ഓഫീസർമാർ, 1 അസിസ്റ്റന്റ് രജിസ്ട്രാർ, 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ, 2 അസിസ്റ്റന്റുമാർ, 1 പ്രൊഫഷണൽ അസിസ്റ്റന്റ് തസ്തികകളാണ് സൃഷ്ടിച്ചത്. ഈ തസ്തികകളിലേക്ക് അന്തർ സർവകലാശാല മാറ്റം വഴിയോ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലോ ജീവനക്കാരെ പുനർവിന്യസിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വനമഹോത്സവവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച വനം മന്ത്രി AK ശശീന്ദ്രൻ കോട്ടയത്ത് നിർവഹിക്കും. സഹകരണ മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. വനം വകുപ്പ് നടപ്പാക്കുന്ന ട്രീ ബാങ്കിംഗ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം, ഇക്കോ ടൂറിസം വെബ്സൈറ്റ് ഉദ്ഘാടനം, മറയൂർ ചന്ദന സംരക്ഷണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഡോക്യുമെന്ററി പ്രകാശനം എന്നിവയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ സാധ്യതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയുള്ള വികസനമാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശന വിവാദത്തിൽ സെൻസർ ബോർഡ് നിലപാടിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി. ലഹരിക്കെതിരെ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നവുമായ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മന്ത്രി ആർ ബിന്ദു. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി തയ്യാറാക്കിയ പ്രത്യേക പുസ്തകങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. നിലവിലെ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.